അങ്ങേക്കൊന്ന് വിശദീകരിക്കാം PR ശിവശങ്കർ. സോറി, ഞാനിപ്പോ രണ്ട് സെൽഫ് ഗോളിനെ കുറിച്ച് പറയാം. നീലിമോട് സെൽഫ് ഗോൾ ചോദിച്ചപ്പോ റെജി പറഞ്ഞ സെൽഫ് ഗോളിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ വലിയ രീതിയിൽ ബാക്കി കോൺഗ്രസിന്റെ ഒരേ നേട്ടങ്ങൾ പറഞ്ഞു. ഞാൻ വിചാരിച്ചു റെജി 1900 ജനാധിപത്യത്തിനെ വിശ്വസിച്ചുകൊണ്ട് നടത്തിയ, ഇന്ദിരാഗാന്ധി നടത്തിയ ജനാധിപത്യ വിശ്വാസത്തിലെ നേട്ടങ്ങൾ അതും അദ്ദേഹം പറയും. ജനാധിപത്യത്തിലുള്ള വിശ്വാസം, പിന്നെ കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പാർട്ടി എന്നും കൂടെ പറയുമോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് രണ്ടും പറഞ്ഞില്ല. അദ്ദേഹം അടിച്ച സെക്കൻഡ് സെൽഫ് ഗോള്, ലോകത്തില് 2 പേരെ തീവ്രവാദത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ബലി കൊടുത്ത 2 പേരെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് സത്യത്തില് BJP-ക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? BJP-യുടെ 2 നേതാക്കളെയാണ് ഇവർ കൊന്നെങ്കിൽ എന്തുകൊണ്ട് തീവ്രവാദികൾ സ്വന്തം വീട്ടിൽ കയറി ബോംബ് വെച്ചപ്പോഴും വെടിവെച്ച് കൊന്നപ്പോഴും നിങ്ങൾക്ക് ഇന്റലിജൻസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ലാപ്സ് ആയില്ല എന്നല്ലേ ചോദിക്കണ്ടേ? ഇവരിതല്ലേ ചോദിച്ച്? 20 മീറ്റർ കടന്നു വന്നപ്പോ സെക്യൂരിറ്റി ലാബ്സ്, സ്വന്തം വീട്ടിൽ തോക്കുമായിട്ട് വന്ന് തീവ്രവാദികൾ വെടിവെച്ച് വന്ന ഇന്ദിരാഗാന്ധി, രാഷ്ട്രത്തിന്റെ വലിയ നേതാവ്, ദ പവർഫുൾ ലേഡി എന്നൊക്കെ പറയും. ഇതല്ലേ സെൽഫ് ഗോൾ? ഒരുക്ക് വനിത എന്നൊക്കെ പറയും. സ്വന്തം കുടുംബത്തിലെ ആരാണ് കയറിയിരുന്ന് വെടിവെച്ച് കൊല്ലാൻ പോണെന്ന് അറിഞ്ഞൂടാ. സ്വന്തം കൂടെയുള്ളവര് ബോംബ് വെച്ചപ്പോ ഓടിക്കളഞ്ഞു മറ്റൊരാളുടെ, അതറിഞ്ഞില്ല. എന്നിട്ട് അതെല്ലാം വലിയ കാര്യങ്ങളായിട്ട് പറഞ്ഞു. അപ്പൊ സെൽഫ് ഗോൾ അടിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരം ഒരു ദിവസം 2, 3 ഒക്കെ അടിക്കരുത്, ഒരെണ്ണം ഒരു ദിവസം വെച്ച് എന്നുള്ള കണക്ക് ദയവായി തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2, ഈ 1998 നമുക്കറിയാം ഇവിടെ ഭാരതീയരുടെ ഈ 98 പാകിസ്ഥാൻ 2ാമത് അണുബോംബ് സ്ഫോടനം നടത്തിയത്. പക്ഷേ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഇന്ദിരാഗാന്ധി 1974 ഭാരതീയരുടെ പണവും ആയുസ്സും ബുദ്ധിയും കഴിവും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ അണുബോംബിന്റെ ആ രഹസ്യം അത് ഒരു ദാനമെന്നോണം പാകിസ്ഥാന് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലില്ലേ? എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ മുടക്കിയത്? അതിന്നും വന്നിട്ടുണ്ട്. വിക്കിലീക്സ് പുറത്തുവിട്ട ആ ഡോക്യുമെന്റ് ഇന്ന് ചർച്ചാ വിഷയമാണ് മാധ്യമങ്ങളിൽ. നമ്മളടക്കം വാർത്ത നൽകിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ അടക്കം ചോർത്തി കൊടുക്കാൻ ഈ ഉരുക്ക് വനിത തയ്യാറായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശ്രീ റെജി, താങ്കൾ അതൊക്കെ ഒന്ന് കേൾക്കണം. ഈ രാജ്യത്തോട് ചെയ്ത കൊടും ചതികൾ കോൺഗ്രസ് ചെയ്തത് അതും കൂടി ഒന്ന് കേൾക്കണം. ശ്രീ ശിവശങ്കർ, ഒരു സെക്കൻഡ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊന്ന് മറുപടി പറയട്ടെ. അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ നമ്മളുടെ നേട്ടങ്ങൾ, അതിനെ നമുക്കറിയാം 1974 അത് ചോർത്തി കൊടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം വാജ്പേയി അത് വീണ്ടും അതിന്റെ ഏറ്റവും നല്ല ടെക്നോളജി സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ നിരന്തരമായി അന്ന് പ്രമോദ് മഹാജനെ അടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യ ഇത് തകരാൻ പോകുന്നു. ഇന്ത്യക്കെതിരെ അമേരിക്കയും അന്ന് ബ്രിട്ടനുമെല്ലാം നടത്തിയ വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ ഇതാ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നു, ഇന്ത്യക്ക് ടെക്നോളജി കിട്ടില്ല, ഇന്ത്യ ഇതാ ഒരു തകർന്നടിയാൻ പോകുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് വാജ്പേയിയെയും പ്രമോദ് മഹാജനെയും വെങ്കയ്യ നായിഡുവിനെയൊക്കെ തകർക്കുവാൻ നോക്കിയില്ലേ ഇവര്? അന്ന് BJP എന്താ പറഞ്ഞത്? ഈ BJP രാജ്യത്തിനെതിരെ, ഇന്ത്യക്കെതിരെ മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിന് ശ്രമിച്ചാൽ തകരുക ആ രാജ്യമാണെന്ന് പറഞ്ഞില്ലേ? പ്രമോദ് മഹാജൻ ഒരു പടിയും കൂടെ പറഞ്ഞു, ബ്രിട്ടൻ, ദ തേർഡ് വേൾഡ് കൺട്രി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ബിസിനസ്. അവരുടെ കാര്യം അവർ നോക്കട്ടെ, അവരാണ് 3ാം കിട രാജ്യം, 3ാം ലോകശക്തി എന്ന് പറഞ്ഞു. ഞങ്ങൾ അത്തരത്തിലല്ല, ഞങ്ങൾ വികസിത രാജ്യമാണെന്ന് അന്നേ പറയാൻ ചങ്കൂറ്റമുള്ള നേതാക്കളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഒരു സംശയവുമില്ല, അതിന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യ കൃത്യമായി ഇന്ത്യയുടെ എക്കണോമിക്കൽ അഫയർ ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിന് ശക്തമായ നേതൃത്വമുണ്ട്. പക്ഷെ കാലാകാലങ്ങളിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ, നെഹ്റു അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം സ്ഥലങ്ങൾ, ഇന്നിപ്പോ ജയശങ്കറിന്റെ ധാരാളം ട്വീറ്റുകളും ഡീറ്റെയിലും ഉണ്ട്. ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് ആ ചൈനീസ് മേഖലകളിൽ പൂർണ്ണമായ തകർച്ചയും ചൈന കയറി കൂടിയതും എന്നുള്ള കണക്കുകൾ ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. അതുപോലെ തന്നെ POKയുടെ കാര്യത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ കാർഗിൽ വാർ നടന്നപ്പോ നിരന്തരമായി ഇന്ത്യയെ അപമാനിക്കുകയും ഇന്ത്യൻ പട്ടാളത്തെ മാനസികമായി തകർക്കുന്ന രീതിയിലല്ലേ കോൺഗ്രസ് നിരന്തരമായി ആക്രമിച്ചത്? അതിനുശേഷം കോൺഗ്രസ് നമ്മളോട് പറഞ്ഞത് എന്താ? ഇവിടെ മറ്റൊരു ഏത് അറ്റാക്കുകൾ ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് നിരന്തരം പറഞ്ഞിരുന്നത് അത് BJPയും നരേന്ദ്രമോദിയും ഇത്തരത്തിലുള്ള ആർമികളിലെ തകർത്തുകൊണ്ട്
ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നല്ലേ നിരന്തരമായി പറഞ്ഞത്? അതിനുശേഷം ഇന്ത്യ അവിടെ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയപ്പോൾ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അവിടെ 2 മരങ്ങൾ വീണു, അതിനെന്ത് തെളിവ് എന്ന് ചോദിച്ചവരല്ലേ? അപ്പൊ നിരന്തരമായി ഏത് കാലഘട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനെ നേരിടുമ്പോഴും ചൈനയെ നേരിടുമ്പോഴും നിരന്തരം ഇന്ത്യക്കെതിരെ ആണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടി, ഈ സ്വാതന്ത്ര്യത്തെ തങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അത് രാജ്യത്തിന് മുഴുവനെ വിറ്റുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇറ്റലിക്കും വിൽക്കുന്ന ഒരു ചരിത്രമുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് വരുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന് ആറ്റമിക് ബോംബിന്റെ ടെക്നോളജി നൽകുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നു എന്നുള്ള ഏറ്റവും വിശ്വസനീയമായ വാർത്ത, അമേരിക്കയിലേക്ക് അയച്ച കേബിളിന്റെ വാർത്ത ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഉരുക്കു വനിതയായാലും അവരെന്താ ഉരുക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്തരം വനിതകളെ പേര് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയെ മുഴുവൻ ഉരുക്കി വിൽക്കുവാനുള്ള ശ്രമമാണ് ഈ നേതാക്കൾ ചെയ്യുന്നത്. ഇപ്പോൾ തുരുമ്പ് വനിതയാകുന്ന ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. കാതറിൻ ഫ്രാങ്കിന്റെയൊക്കെ പുസ്തകം വീണ്ടും വിപണികളിൽ ഇങ്ങനെ വന്ന് നിറയുകയാണ്. ഈ ഉരുക്കു വനിത ഇനി തുരുമ്പ് വനിതയാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.